ഇനി നമുക്ക് നമ്മുടെ കാരമൽ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഒരു ചെറിയൊരു മധുരവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. നമ്മുടെ വീട്ടിൽ ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇടിയപ്പം കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പായസം എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇടിയപ്പം പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇടിയപ്പവും പാലുമാണ്. പിന്നെ കാഷ്യൂനട്ട്, റൈസിൻസ്, നെയ്യ്, പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത്, ഏലക്കപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഞാനിപ്പോൾ 7 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ചെറിയ ഇടിയപ്പം ആയതുകൊണ്ടാണ് 7 ഇടിയപ്പം എടുത്തിട്ടുള്ളത്. വലിയ ഇടിയപ്പമാണെങ്കിൽ ഒരു 5 ഇടിയപ്പം മതി. ആദ്യം നമുക്ക് ഈ ഇടിയപ്പം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ച പാല് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ പിരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് തിളപ്പിച്ച പാല് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇടിയപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാര്യവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നപ്പോൾ ഞാനത് കുറച്ച് നീളത്തിലുള്ള പീസുകളായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിരുന്നു. അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി അത് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പായസം റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യിൽ ഞാൻ ഈ ഇടിയപ്പം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പായസം റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും. അതിനാണ് നമ്മൾ നെയ്യിൽ ഇടിയപ്പം വഴറ്റുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റാട്ടോ, വല്ലാതെ കളർ മാറിപ്പോകുന്ന രീതിയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇടിയപ്പത്തിന് കുറച്ച് ബലം കിട്ടാനാണ് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസുകളുണ്ടല്ലോ, അതും കൂടി ചേർക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ഈ ഒരു പായസത്തിലേക്ക്. വേഗം തന്നെ പായസം ആവുകയും ചെയ്യും. നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഒരു പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഇടിയപ്പം ഇപ്പോൾ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് എളുപ്പത്തിൽ പായസമാക്കാം. ഇടിയപ്പം കൊണ്ട് നമ്മൾ ഉപ്പുമാവൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മധുരം വേഗത്തിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് വേഗം തന്നെ നമുക്ക് പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം കുക്കായതാണ്, ഇനി കുക്കാവാനൊന്നുമില്ല. നമുക്കിതിലേക്ക് പാലും തിളച്ചതാണ്, പഞ്ചസാര മാത്രമേ മെൽറ്റായി വരാനുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ പായസം റെഡിയാവും. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ഇടിയപ്പം പായസം നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങക്കൊത്തൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ ആഡ് ചെയ്യാം. പിന്നെ ഞാനിതിൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട്, നമ്മുടെ പാലട പായസത്തിൻ്റെ ഒരു കളർ കിട്ടാനായിട്ട്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള കളർ കിട്ടും നമ്മുടെ പായസത്തിന്. അപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് നെയ്യൊക്കെ അബ്സോർബ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് ഇടിയപ്പം നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ആദ്യം ചേർത്ത നെയ്യ് കൂടാതെ കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ടീസ്പൂൺ നെയ്യ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് പാല് നമുക്ക് ബാക്കി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ പായസം തിക്കായി പോവുകയാണെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് പാല് ബാക്കി വയ്ക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാരമലൈസ് ചെയ്ത് പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് മതി എന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പരിപാടി. വളരെ ഈസിയാണ്. ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച പൗഡറാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മാറ്റി വെച്ചിട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചേർക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള പായസത്തിൻ്റെ കളറായി വരും, നല്ല ഭംഗിയിൽ വരും. അപ്പോൾ എല്ലാവർക്കും നമ്മളിത് ഇടിയപ്പം പായസമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട. പായസം സെർവ് ചെയ്യുക, പായസം കഴിച്ചു കഴിയുമ്പോൾ മാത്രം അത് ഇടിയപ്പമാണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്നും വരും. നൈസായിട്ടുള്ള സേമിയാണോ എന്താണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പായസത്തിൽ അവിടെ എവിടെയായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പാൻ വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് ക്യാരമലൈസ് ചെയ്യാനുള്ള പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചെറുതായിട്ട് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ പായസത്തിന് മധുരം ചെക്ക് ചെയ്തു. പായസത്തിന് മധുരം വളരെ കുറവാണ്. അതിനനുസരിച്ച് നമുക്കിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി തുടങ്ങട്ടെ. വെള്ളമൊന്നും ചേർക്കണ്ട, തനിയെ പഞ്ചസാര മെൽറ്റായി വരും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതാ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് കളർ മാറിക്കഴിയുമ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. ഇതുപോലൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നില്ല, ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കളർ വേണം എന്നുള്ളതനുസരിച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് കളറാക്കി എടുക്കുക. ലൈറ്റായിട്ടുള്ള കളർ മതിയെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് ആക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും നമ്മുടെ പായസത്തിന്, പഞ്ചസാര കരിഞ്ഞിട്ട്. ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാതെ നോക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര കണ്ടോ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം മെൽറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പായസം എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ഇപ്പോൾ കണ്ടോ നമ്മുടെ പഞ്ചസാര കളർ മാറി തുടങ്ങി. ഈ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഈ ലൈറ്റ് ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര ഇതുപോലെ ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പഞ്ചസാര വേഗം കരിഞ്ഞു പോവും. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ക്യാരമലൈസ് ചെയ്തെടുക്കുക. നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ക്യാരമലിലാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുന്നത്. ഇത് പായസത്തിലേക്ക് ചേർക്കാനുള്ളതിൽ വെള്ളം ചേർക്കുകയേ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ക്യാരമലിൻ്റെ കളറൊക്കെ ഏകദേശം നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഒരു 6-7 സെക്കൻഡും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പായസം ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പായസം കറക്റ്റാക്കിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പായസത്തിലേക്ക് ഇത് ചേർക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരമൽ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്യാരമൽ പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പായസം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരമൽ ഒന്ന് മെൽറ്റായി വരണം. ആ പായസത്തിൻ്റെ ചൂടിൽ ഇത് മെൽറ്റായി വന്നോളും. ഇപ്പോൾ തന്നെ നമ്മുടെ പായസത്തിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ക്യാരമൽ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പായസം റെഡിയാക്കാം. എന്ന് വെച്ചാൽ ഒരാൾ ഇളക്കാനുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ കണ്ടോ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ മധുരം ചെക്ക് ചെയ്യണം. മധുരം കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കട്ടെ. അപ്പോൾ നമ്മൾ പാനിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 ടീസ്പൂൺ നെയ്യ് മൊത്തത്തിൽ ഈ പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇത്രയും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും നെയ്യ് ചേർക്കണ്ട.
അതുപോലെ തന്നെ നമ്മളൊരു 3/4 ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത്, 1 ലിറ്റർ മുഴുവൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. റൈസിൻസ് ഒന്ന് ബബിളായി വരുമ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. കാഷ്നട്ടിൻ്റെ കളറ് എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് മാറിപ്പോകുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ റൈസിൻസ്, ഇല്ലെങ്കിൽ കാഷ്നട്ട് ഡാർക്ക് കളറായി പോവും. പിന്നെ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്തിട്ട് മാത്രം കാഷ്നട്ടും റൈസിൻസും ഫ്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാഷ്നട്ടും റൈസിൻസും നെയ്യും ചേർത്ത് ആഡ് ചെയ്യാം. ആ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പായസത്തിലേക്ക്, അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി സെർവ് ചെയ്യാം. നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ടായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പായസം സെർവ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.